ഇന്നലെ രാത്രിയും ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അതിന്റെ വിവരങ്ങളാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായിട്ടും UAE-യിൽ ഇന്നലെ 2 തവണയാണ് സൈറൻ മുഴങ്ങിയിരുന്നത്. അത് ഫുജൈറയിലും ദുബായിലും ഉൾപ്പെടെ ഇന്നലെ രാത്രി അപകട സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു, അലേർട്ട് ആകാനുള്ള സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഫുജൈറയിൽ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ്. അതിൽ എണ്ണ വ്യവസായ മേഖലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 2ാം തവണയാണ് ഈ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ആർക്കും പരിക്കില്ല എന്നാണ് ഫുജൈറ മീഡിയ ഓഫീസ് അറിയിക്കുന്നത്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ എണ്ണ വ്യവസായ മേഖലയിലേക്ക്, ഊർജ്ജ മേഖലകളിലേക്ക്, തുറമുഖങ്ങളിലേക്ക് ഇവിടെയൊക്കെയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഗൾഫ് മേഖലയിൽ തുടർച്ചയായ ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപ് ഈ ബഹ്റൈനിലാണ് പുലർച്ചെ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. സിദ്ര ഐലൻഡിൽ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള വിവരം ബഹ്റൈൻ അതോറിറ്റി തന്നെ, അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മീഡിയ ഹൗസ് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുമുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായി കൂടി പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകളിൽ ആദ്യം ഈ പരിക്കേറ്റവരുടെ അപ്ഡേറ്റുകളൊന്നും ലഭിക്കാറില്ല. തീവ്രമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പരിക്കേറ്റവരെ കുറിച്ച് ആദ്യഘട്ടത്തിൽ തന്നെയുള്ള വിവരങ്ങൾ ലഭിക്കുക. അവിടെ തീവ്രമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ് എന്നുകൂടി ബഹ്റൈനിൽ നിന്ന് വിവരം വരുന്നുണ്ട്. കുവൈറ്റിലും പുലർച്ചെ ആക്രമണം നേരിട്ടതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ ഏതാണ്ട് 1 മണിക്കൂർ മുൻപും അലേർട്ട് നൽകിയിരുന്നു. നമുക്ക് മനസ്സിലാകുന്നത് 3 തവണ രാവിലെ കുവൈറ്റിൽ അലാറം മുഴങ്ങിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം അവിടെ 3 തവണയാണ് ഇന്ന് പുലർച്ചെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ അലേർട്ടുകൾ കുവൈറ്റിലും ഉണ്ട്. ആക്രമണം നടക്കുന്നു, ബഹ്റൈനിലും ആക്രമണം നടക്കുന്നു, UAE-യിലും രാവിലെ ആക്രമണം ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായി കഴിഞ്ഞ ദിവസം രാത്രി സംസാരിച്ചിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇറാന്റെ ആക്രമണത്തിനെ അപലപിക്കുന്നുവെന്നും ഒപ്പം തന്നെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നുള്ള വിവരം മാത്രമാണ് ആ ഫോൺ സംഭാഷണത്തിന്റേതായി പുറത്തുവിട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി ഈ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി UAE-യുടെ സൈനിക മന്ത്രിയുമായിട്ടുള്ള, ഒപ്പം ദുബായ് കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി ഈ പ്രതിരോധ മന്ത്രാലയം ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും പുലർച്ചെയും ആക്രമണത്തിന്റെ വാർത്തകൾ തന്നെയാണ് ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നത്.